സുന്ദർ പിച്ചയേക്കാൾ 5 ഇരട്ടി ആസ്തിയുള്ള ഇന്ത്യക്കാരി ജയശ്രീ ഉള്ളാൽ. എൻവിഡിയയെ വിറപ്പിച്ച ടെക് ലോകത്തെ ഇന്ത്യൻ കരുത്ത്. ആഗോള ടെക് ലോകത്തെ അതികായന്മാരായ സുന്ദർ പിച്ചയുടെയും സത്യ നദല്ലയുടെയും ആസ്തിയേക്കാൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ഇന്ത്യൻ വനിത ഇന്ന് ലോകശ്രദ്ധ നേടുകയാണ്. ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നയായ സെൽഫ് മെയ്ഡ് ഇന്ത്യൻ വനിതാ സംരംഭകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അരിസ്റ്റ നെറ്റ്വർക്ക് സിഇഒ ജയശ്രീ ഉള്ളാലാണ്. ജയശ്രീയുടെ ഒറ്റ പരാമർശം ആഗോള ടെക് ഭീമനായ എൻവിഡിയയുടെ ഓഹരികളിൽ കനത്ത ഇടിവിന് കാരണമായി. അടുത്തറിയാം ജയശ്രീ ഉള്ളാൽ എന്ന ജീനിയസ് സംരംഭകയെ. ശതകോടികളുടെ വിപണി മൂല്യം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഇല്ലാതാക്കാൻ ഒരു വാക്കിന് സാധിക്കുമോ? ആഗോള സാമ്പത്തിക വിപണിയുടെ നിഗൂഢമായ ഇടനാഴികളിൽ ഒരു സിഇഒ നടത്തുന്ന ഓരോ വെളിപ്പെടുത്തലും കൃത്യമായി കണക്ക് കൂട്ടപ്പെട്ട തന്ത്രങ്ങളാണ്. നിക്ഷേപകരുമായുള്ള ഒരു സാധാരണ ഏണിംഗ്സ് കോൾ പോലും എങ്ങനെ ഒരു സുനാമിയായി മാറാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു അരിസ്റ്റ നെറ്റ്വർക്ക് സിഇഒ ജയശ്രീ ഉള്ളാൽ. AI ചിപ്പ് വിപണിയിലെ അനിഷേധ്യ രാജാവായ എൻവിഡിയയുടെ ഡോമിനൻസിന് വിള്ളലേൽപ്പിച്ച ജയശ്രീയുടെ ഒരൊറ്റ നിരീക്ഷണം ആഗോള വിപണിയെ തന്നെ പിടിച്ചുകുലുക്കി. ഒരു വർഷം മുൻപ് വിപണിയുടെ 99% എൻവിഡിയയുടെ കൈവശമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഡിപ്ലോയ്മെന്റ്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം 20 മുതൽ 25% വരെ AMD ചിപ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന ഒരൊറ്റ പരാമർശത്തിൽ വിപണിയിൽ മാറ്റങ്ങളുണ്ടായി. ഈ പ്രസ്താവനയെ തുടർന്ന് എൻവിഡിയയുടെ ഓഹരി മൂല്യത്തിൽ 3% ഇടിവുണ്ടാവുകയും അതേസമയം എതിരാളികളായ AMD കരുത്താർജിക്കുകയും ചെയ്തു. ഇനി ഈ സ്ഥാപനങ്ങളുടെ ചില പിന്നാമ്പുറ വിശേഷങ്ങൾ പറയാം. നിലവിൽ $4.5 ട്രില്യൺ വിപണി മൂല്യമുള്ള എൻവിഡിയയാണ് അമേരിക്കയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി. AI ചിപ്പ് വിപണിയുടെ 90% ഇപ്പോഴും ഇവരുടെ പക്കലാണ്. എന്നാൽ കഴിഞ്ഞ 12 മാസത്തിനിടെ AMDയുടെ ഓഹരി വിലയിൽ 85% കുതിച്ചുചാട്ടമുണ്ടായി. ഗൂഗിളിന്റെ TPU ചിപ്പുകളും എൻവിഡിയയ്ക്ക് വെല്ലുവിളിയായി വളരുന്നുണ്ട്. അരിസ്റ്റയും എൻവിഡിയയും തമ്മിലുള്ള നെറ്റ്വർക്കിംഗ് യുദ്ധം തുടങ്ങിയിട്ട് നാളുകളായി. AI ചിപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇഥർനെറ്റ് സ്വിച്ചിംഗ് സാങ്കേതികവിദ്യ നൽകുന്ന കമ്പനിയാണ് അരിസ്റ്റ. എന്നാൽ എൻവിഡിയ സ്വന്തമായി നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് അരിസ്റ്റയ്ക്ക് തിരിച്ചടിയായി. മെറ്റ, ഒറാക്കിൾ തുടങ്ങിയ വമ്പന്മാർ എൻവിഡിയയുടെ തന്നെ നെറ്റ്വർക്കിംഗ് സ്വീകരിക്കുന്നത് അരിസ്റ്റയെ AMD ക്യാമ്പിലേക്ക് അടുപ്പിച്ചു. പുരുഷാധിപത്യം കൊടികുത്തി വാഴുന്ന സിലിക്കൺ വാലിയിലെ അതികായന്മാരോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന അവരുടെ ശൈലിയാണ് ജയശ്രീക്ക് അയൺ ലേഡി എന്ന വിശേഷണം നേടിക്കൊടുത്തത്. വിപണിയെ ചലിപ്പിക്കാനുള്ള ഈ പ്രഭാവം കേവലം വാക്കുകളിൽ നിന്നല്ല, മറിച്ച് അവർ പടുത്തുയർത്തിയ വമ്പിച്ച പ്രൊഫഷണൽ സാമ്രാജ്യത്തിന്റെ കരുത്തിൽ നിന്നാണ് വരുന്നത്. ആ കരുത്തിന്റെ വേരുകൾ തിരയുമ്പോൾ നാം ചെന്നെത്തുന്നത് സിലിക്കൺ വാലിയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സാമ്പത്തിക സാമ്രാജ്യത്തിലാണ്. ജയശ്രീ ഉള്ളാലിന്റെ ആസ്തിയുടെ കണക്കുകൾ ഇങ്ങനെ. അത് സുന്ദർ പിച്ചയേക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. സിലിക്കൺ വാലിയിലെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോലായി കണക്കാക്കപ്പെടുന്നത് ഒരാൾ സൃഷ്ടിക്കുന്ന സ്വാധീനവും അത് പടുത്തുയർത്തുന്ന സാമ്പത്തിക അടിത്തറയുമാണ്. ആഗോള ടെക് ഭീമന്മാരായ സുന്ദർ പിച്ചയെയും സത്യ നദല്ലയെയും പോലുള്ള പ്രമുഖരെ പോലും ആസ്തിയുടെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലാക്കിയാണ് ജയശ്രീ ഉള്ളാൽ ഇവിടെ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. ജയശ്രീ ഉള്ളാലിന്റെ ആസ്തി $5.7 ബില്യൺ ആണ്. അതായത് ഏകദേശം 50,170 കോടി രൂപയുടെ മൂല്യം. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ ആസ്തി ഏകദേശം $1.1 ബില്യൺ ആണ്. ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നയായ സെൽഫ് മെയ്ഡ് ഇന്ത്യൻ വനിതാ സംരംഭക എന്ന ബഹുമതി ജയശ്രീക്ക് സ്വന്തമാണ്. ഗൂഗിൾ സിഇഒയുടെ ആസ്തിയേക്കാൾ 5 ഇരട്ടിയിലധികം സമ്പത്തുള്ള ഇവർ ഒരു ശതകോടീശ്വര എന്നതിലുപരി സിലിക്കൺ വാലിയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ചാലകശക്തിയായി മാറിയിരിക്കുന്നു. ഇത്രയും വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിലേക്ക് അവരെ നയിച്ചത് ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച കരുത്തുറ്റ ജീവിത സാഹചര്യങ്ങളാണ്. ഒരു ആഗോള പശ്ചാത്തലത്തിലുള്ള വളർച്ചയും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസവും ടെക് വ്യവസായത്തിൽ എത്രത്തോളം തന്ത്രപരമായ നേട്ടം നൽകുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജയശ്രീയുടെ ജീവിതം. ലണ്ടനിൽ ജനിച്ച ജയശ്രീ വളർന്നത് ഇന്ത്യയുടെ ഹൃദയമായ ഡൽഹിയിലായിരുന്നു. ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് ചേക്കേറിയ അവർ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും സാന്താ ക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സും പൂർത്തിയാക്കി.
തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കത്തിൽ AMD, ഫെയർചൈൽഡ് സെമി കണ്ടക്ടർ എന്നീ പ്രമുഖ കമ്പനികളിൽ നിന്ന് ആർജിച്ച അനുഭവ സമ്പത്ത് അവരെ പക്വതയുള്ള ഒരു നേതാവാക്കി മാറ്റി. തുടർന്ന് 1993 സിസ്കോയിൽ ചേർന്ന ജയശ്രീ 15 വർഷത്തെ സേവനത്തിനിടയിൽ കമ്പനിയുടെ ഡാറ്റാ സെന്റർ ബിസിനസിനെ ശതകോടികളുടെ വരുമാനമുള്ള മേഖലയാക്കി മാറ്റി. ഈ വിജയകരമായ കരിയർ പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് 2008 അരിസ്റ്റ നെറ്റ്വർക്ക്സ് എന്ന അന്ന് അധികമാരും അറിയപ്പെടാതിരുന്ന സ്റ്റാർട്ടപ്പിന്റെ അമരത്തേക്ക് അവർ നടന്നു കയറിയത്. ജയശ്രീ വന്നതിനു ശേഷം അരിസ്റ്റയിൽ കണ്ടത് ഒരു സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പിനെ ആഗോള ശക്തിയാക്കി മാറ്റുന്നതിന് സാങ്കേതിക വിദ്യയേക്കാൾ ഉപരി ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വമാണ് ആവശ്യം. ജയശ്രീ ഉള്ളാലിന്റെ കീഴിൽ അരിസ്റ്റ നെറ്റ്വർക്ക്സ് ഇന്ന് $7 ബില്യൺ വരുമാനമുള്ള ഒരു വമ്പൻ ബിസിനസ് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. അരിസ്റ്റയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യം ഇഥർനെറ്റ് സ്വിച്ചിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ്. ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ തമ്മിൽ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഡീവ്യൂഹം പോലെയാണ് അരിസ്റ്റയുടെ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. NVIDIA ചിപ്പുകൾ ലോകം കീഴടക്കുമ്പോഴും അവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ അരിസ്റ്റയുടെ സാങ്കേതിക കരുത്ത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ NVIDIA സ്വന്തം നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളുമായി രംഗത്തെത്തിയതോടെ പഴയ പങ്കാളികൾ തമ്മിലുള്ള ഒരു വലിയ നെറ്റ്വർക്കിംഗ് യുദ്ധത്തിന് ടെക് ലോകം സാക്ഷ്യം വഹിച്ചു തുടങ്ങിയിരിക്കുന്നു. AI ചിപ്പ് വിപണിയിൽ ഒരു കമ്പനിയുടെ മാത്രം കുത്തക നിലനിൽക്കുന്നത് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ ടെക് ഭീമന്മാർ ഇന്ന് തങ്ങളുടെ വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ജയശ്രീ ഉള്ളാലിന്റെ നേതൃത്വത്തിൽ അരിസ്റ്റ ഈ മാറ്റത്തിനുള്ള മുന്നണി പോരാളികളായി മാറിക്കഴിഞ്ഞു. ഒരു വർഷം മുൻപ് വരെ വിപണിയുടെ 99% NVIDIAയുടെ കൈവശമായിരുന്നു. എന്നാൽ ഇന്ന് കമ്പനികൾ AMDയെ ഒരു മുൻഗണനാ ക്രമത്തിലുള്ള ആക്സിലറേറ്ററായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ജയശ്രീയുടെ വെളിപ്പെടുത്തൽ പ്രകാരം 25% AMD ചിപ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ പോരാട്ടത്തെ ഇങ്ങനെ തരംതിരിക്കാം. NVIDIAയുടെ കുത്തകയ്ക്ക് ബദലായി അരിസ്റ്റയുടെ ഇഥർനെറ്റ് സ്വിച്ചിംഗ് സാങ്കേതിക വിദ്യയും AMD ചിപ്പുകളും ചേർന്ന ഒരു ഓപ്പൺ എക്കോസിസ്റ്റം ജയശ്രീ രൂപപ്പെടുത്തി. മെറ്റ, ഒറാക്കിൾ തുടങ്ങിയ കമ്പനികൾ NVIDIAയോടുള്ള അമിത ആശ്രിതത്വം കുറയ്ക്കാൻ ഈ സഖ്യത്തെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പങ്കാളിയിൽ നിന്ന് ഒരു കടുത്ത എതിരാളിയായി NVIDIA മാറുമ്പോൾ അരിസ്റ്റ ഇന്ന് തങ്ങളുടെ അസ്തിത്വത്തിനായുള്ള വലിയ പോരാട്ടത്തിലാണ്. പുരുഷാധിപത്യം പ്രകടമായ സിലിക്കൻ വാലിയിലെ കോർപ്പറേറ്റ് ലോകത്ത് ഒരു ഫോർച്യൂൺ 500 കമ്പനിയെ പരിക്കുകളില്ലാതെ നയിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ വിജയകരമായി നേരിട്ട ജയശ്രീ ഉള്ളാൽ ഇന്ന് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിലെ സാന്നിധ്യമാണ്. ഫോർച്യൂൺ മാസികയുടെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിലും ഫോബ്സിന്റെ സ്വപ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന ശതകോടീശ്വര വനിതകളുടെ പട്ടികയിലും അവർ ഇടം പിടിച്ചു കഴിഞ്ഞു. വെറും ലാഭവിഹിതത്തിലല്ല, മറിച്ച് തന്റെ തീരുമാനങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളെ പോലും വിറപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് താനെന്ന് ജയശ്രീ തെളിയിച്ചു കഴിഞ്ഞു. ഒരു ഇന്ത്യൻ വനിതയുടെ നിശ്ചയദാർഢ്യവും തന്ത്രപരമായ ബുദ്ധിശക്തിയും ആഗോള ടെക് ഭൂപടത്തെ എപ്രകാരം പുനർനിർമ്മിക്കുന്നു എന്നതിന്റെ വിസ്മയകരമായ ചരിത്രമാണ് ജയശ്രീ ഉള്ളാൽ.